സമൂഹത്തിൽ ചില ആളുകളെ കാണാറുണ്ട്. അവർ വളരെ ഉന്നതിയിലാണ് ജീവിക്കുന്നത്. അവർ നല്ല ബിസിനസ്സിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല. ഡെഫിനറ്റായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവുണ്ട്, പ്ലസ് സാഹചര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ കഴിവിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഒരുങ്ങി എന്നതും ആ ബിസിനസ് വളരെ സഹായിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് നിമിത്തം, ഭാഗ്യം എന്ന് പറയുന്നൊരു ഫാക്ടർ. ഇങ്ങനെ 3 കാര്യങ്ങളെ കൂടുമ്പോഴാണ് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നത്. പലപ്പോഴും 100-ൽ ഇത്തരം ലൈഫിൽ സക്സസ്സിലേക്ക് വന്ന ആളുകളുണ്ട്. ഈ വന്ന ആളുകളുടെ സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ 3 കാര്യങ്ങളും ഒരുങ്ങി വന്നപ്പോഴായിരിക്കും. പക്ഷേ ചില ആളുകൾ ഈ സക്സസ് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെയും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസമുള്ള ആളുകളെ കാണുമ്പോൾ അവർക്ക് ഒരേ ഒരു കുറവായിട്ട് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കുറവായിരിക്കും. അപ്പോൾ വിദ്യാഭ്യാസമില്ലെങ്കിലും ഞാനിതൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാനുള്ള വ്യഗ്രത കാണിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മനസ്സിലുള്ള പ്രശ്നം ഈ അരിപ്രാഞ്ചിയാണ്. സമൂഹത്തിനെ അംഗീകരിക്കുന്നിടത്ത് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് വരുന്നുണ്ടോ എന്ന ഫീലിംഗ് ഉണ്ടായിരിക്കും. ഇത് ഞാൻ പറയാൻ കാരണം, എത്ര വലിയ ആളായാലും, ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി കൂടെ പറയുകയാണ്, എത്ര വലിയ ആളാണെങ്കിലും ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിന് കിട്ടുന്നത് ഒരു സൊസൈറ്റിയിൽ എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ്. ഒരുപാടുമായിട്ട് പേരെ ഇൻട്രാക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് സൊസൈറ്റിയോട് എങ്ങനെ സംസാരിക്കാം, ഇൻ്റർപേഴ്സണൽ സ്കിൽ, ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. അതിൽ നിന്ന് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് സമ്പത്ത് എത്ര ഉണ്ടാക്കിയാലും കുറഞ്ഞു പോകും നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല എന്നുണ്ടെങ്കിൽ. വിദ്യാഭ്യാസം എന്നുള്ളത്, ഒരു അക്കാഡമിക് സ്കില്ലുള്ളത് എപ്പോഴും നമുക്ക് എന്ത് ഏൺ ചെയ്യുന്നതിനേക്കാളും അപ്പുറത്ത് കോൺഫിഡൻസ് ഉണ്ടാക്കും.